അതെ, എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ 1 വയസ്സിനും 2 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിലേ എൻ്റെ ചോദ്യം നിങ്ങളോടാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പോക്ക്? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, ആ കാറ്റഗറിയിൽപ്പെട്ട ഒരമ്മയാണ് ഞാനും. നമ്മുടെ കൊച്ചിന് 2.5 വയസ്സാണ്. അപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാണെന്ന് എനിക്ക് ഏകദേശം ഒരു 80% ഒക്കെ പറയാം. ചില സമയത്ത് നമ്മുടെ കൺട്രോളൊക്കെ വിട്ടുപോകും. കാര്യം ഈ 1 to 5 എന്ന് പറയുന്ന ഒരു ഏജ് അത്യാവശ്യം എല്ലാ തല്ലുകൊള്ളിത്തരങ്ങളും കുസൃതിത്തരം കാണിക്കുന്ന ഒരു പ്രായമാണ്. നമുക്ക് തല്ലാൻ തോന്നാം, നന്നായിട്ട് ഷൗട്ട് ചെയ്യാൻ തോന്നാം, അല്ലേ? പക്ഷേ ഈ കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ തോന്നുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കാര്യം എന്താണെന്ന് വെച്ചാലേ, നമുക്ക് എത്ര വയസ്സുണ്ടോ? ഈ പറയുന്ന കുഞ്ഞു പിള്ളേരെക്കാട്ടി എത്രയോ വർഷങ്ങൾക്ക് മുതിർന്നതാണ് നമ്മളല്ലേ. പക്ഷേ ഇന്നും നമ്മളെല്ലാവരും ഇന്നും ഒരു തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ പിന്നെ ഈ ഭൂമിയിൽ വന്നിട്ട് 1, 2, 3 വർഷമൊക്കെ ആയ പിള്ളേരെന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യുമ്പം നമ്മളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടേ? ആ ഒരു കുഞ്ഞ് ചട്ടമ്പിത്തരമൊക്കെ കാണിക്കുമ്പം അത് നമുക്കൊരു സന്തോഷം കണ്ടെത്താനും അതിനെ നല്ല രീതിയിലൊന്ന് ടേൺ ചെയ്യാനൊക്കെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചേഞ്ച് ആവണം. എങ്ങനെ ചേഞ്ച് ആവണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? എന്താ ഞാനിപ്പോൾ ഒരു ചെയ്യുന്ന പരിപാടി നിങ്ങൾ കണ്ടോ? എൻ്റെ സന്തോഷങ്ങളൊന്നാണ് ഇങ്ങനെയുള്ള കുഞ്ഞു ചെടികളൊക്കെ ഇതുപോലെ കുഞ്ഞു പാത്രങ്ങളിലൊക്കെ വെക്കുക, വെള്ളം ഒഴിച്ച് വെക്കുക, എന്നിട്ട് വേര് വന്നോ ഇല വന്നോ നോക്കുക, എന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. ഒത്തിരി വേരൊക്കെ ആകുമ്പോൾ മുറിച്ച് കളയുക, വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കുക. ഇത് ചെയ്യുമ്പോൾ ഇത് വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞും ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോയി നോക്കുമ്പം അവളും ചില ദിവസം കാണാം രാവിലെ എണീറ്റ് വന്നിട്ട് അമ്മേ കുഞ്ഞ് ബേബി കുഞ്ഞെല്ലാം വന്നു എന്നൊക്കെ വന്ന് പറയും. അവിടെയാണ് നമ്മളുടെ ചേഞ്ച്. അപ്പം നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ നല്ല ബന്ധമുണ്ട്. ഇൻഡയറക്റ്റ്ലി നല്ല ബന്ധമുണ്ട്. നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്. നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ പൊട്ടിത്തെറികളും നമ്മളുടെ പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങളും പെട്ടെന്ന് വരുന്ന സങ്കടങ്ങളൊക്കെ മാറും. ഉറപ്പാണ്. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? പ്രത്യേകിച്ച് നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ കോളേജ് ടൈം, സ്കൂൾ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? പക്ഷെ ഒരു അമ്മയായതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ട്? വലിയ വില കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടല്ല ചോദിക്കുന്നത്. കുഞ്ഞു നിസ്സാര കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളിൽ വലിയ സന്തോഷം. അപ്പം നിങ്ങളങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ?